Dear students, so നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ അതിൽ ലാസ്റ്റ് ഒരു ഫോക്കസ് ഏരിയയും കൊണ്ട് നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ആ ചാപ്റ്റർ ഓവറാവും. അപ്പോൾ എനിവേ അതിൽ പഠിക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി ഒരു റിയാക്ഷൻസിന്റെ കെ സി എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് പഠിച്ചത്. ഇവിടെ കെ കൊണ്ട് ഡിനോട്ട് ചെയ്തത് കോൺസ്റ്റന്റ് എന്നുള്ള മീനിങ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ചാപ്റ്ററിന്റെ പേര് ഇക്വിലിബ്രിയം എന്നുള്ളതായതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പ്രോസസ്സുകളിൽ കോൺസ്റ്റന്റുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് കെ സി. സി എന്ന് കൊടുക്കാനുള്ള റീസൺ അവിടെ കോൺസെൻട്രേഷൻസ് എന്നുള്ളൊരു മീനിങ് ആണ്. സോ ഇവിടെയൊക്കെ നമുക്ക് കെക്ക് ഇക്വേഷൻ എഴുതുന്നത് കോൺസെൻട്രേഷൻ ബേസിലായതുകൊണ്ടാണ് കെ സി എന്ന് പറയുന്നത്. എന്താ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ജനറൽ റിയാക്ഷൻസ്, കെമിസ്ട്രിയിലെ ജനറൽ റിയാക്ഷൻസ്, കോമൺ ആയിട്ടുള്ള റിയാക്ഷൻസ് എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ഡി ഇങ്ങനെയാണ് കോമൺ ആയിട്ട് റിയാക്ഷൻസ് ഡിനോട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഇതിൽ പ്രൊഡക്റ്റ് സൈഡിൽ വരുന്നത് സി ആൻഡ് ഡി ആണ്. അത് നമുക്ക് താഴ്ന്ന ക്ലാസ്സുകളിൽ അറിയാം. റിയാക്ടന്റ് സൈഡിൽ വരുന്നത് എ ആൻഡ് ബി ആണ്. സോ ഈ ഒരു റിയാക്ഷൻസിന്റെ കെ സിയുടെ ഇക്വേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തു. അതിന്റെ ഡെറിവേഷൻ അത് ഇങ്ങനെയാണ് വന്നത്. കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻസ്. ഈ ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻസ് എന്നുള്ള മീനിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കെ സി എന്ന് പറയുന്നത് കേട്ടോ. കെക്ക് നമ്മൾ ഒരു ഇക്വേഷൻ എഴുതുന്നത് ഓൺ ദി ബേസിസ് ഓഫ് സി ആണ്. മീൻസ് കോൺസെൻട്രേഷൻ ബേസിലാണ് കെക്ക് ഇക്വേഷൻ എഴുതുന്നത്. അതുകൊണ്ടാണ് കെ സി എന്ന് കൊടുക്കുന്നത്. എനിവേ, സോ നമ്മൾ മുകളിൽ എഴുതേണ്ടത് പ്രൊഡക്റ്റ് ആണ് അല്ലെ. നമ്മുടെ റിയാക്ഷനിൽ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് സി ആൻഡ് ഡി ആണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെ സിയുടെ ഡെറിവേഷൻസ് പറഞ്ഞപ്പോഴും മുകളിൽ വന്നത് സി ആൻഡ് ഡി ആണ്, താഴെ വന്നത് എ ആൻഡ് ബി ആണ്. എ ആൻഡ് ബി എന്നുള്ളത് റിയാക്ടന്റ് ആണ്, സി ആൻഡ് ഡി എന്താണ് പ്രൊഡക്ട്സ് ആണ്. സോ കെ സിയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ എപ്പോഴും റിയാക്ഷനിൽ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ആദ്യം എഴുതുക, ദെൻ ഡിവൈഡ് ബൈ റിയാക്ടന്റ്. Product concentrations divided by reactant concentrations ആണ് Kc. So equilibrium constant Kc എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ is the ratios between concentrations of product to the concentrations of reactant എന്നുള്ളതാണ്. ഇനി ഇത് കോമൺ ആയിട്ടുള്ള ഒരു ജനറൽ റിയാക്ഷൻ ആണ്. അപ്പോൾ കെമിസ്ട്രിയിൽ ഇങ്ങനെയുള്ള ഒരുപാട് റിയാക്ഷൻസുകൾ ഉണ്ട്. കോമൺ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് H2 പ്ലസ് I2 റിവേഴ്സ് സൈൻ ടു HI എന്ന് പറയുന്ന ആ റിയാക്ഷൻസിന്റെ കേസ് എഴുതുമ്പോൾ സിമ്പിൾ ആണ്. ഇതിൽ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് HI ആണ്, റിയാക്ടന്റ് H2 ആൻഡ് I2 ആണ്. സോ അതിൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ആദ്യം എഴുതുക. HI എന്നുള്ളതാണ് ഒറ്റ പ്രൊഡക്റ്റ് ഇവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ CD രണ്ട് പ്രൊഡക്ട്സ് വരുന്നുണ്ട്, ബട്ട് ഇവിടെ ഒറ്റ പ്രൊഡക്റ്റ് വരുന്നുള്ളൂ. HI എന്ന് പറയുന്ന ഒറ്റ പ്രൊഡക്റ്റ്. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒറ്റ പ്രൊഡക്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, കോൺസെൻട്രേഷൻസ് ഓഫ് HI പവർ ആയിട്ട് 2 എഴുതണം. കാര്യം ഇവിടെ മോൾസ് എത്രയാണ്? 2 ആണ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ വരുന്ന മോൾസ് നമ്മൾ അതിന്റെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവർ ആയിട്ട് എഴുതണം. ദെൻ റിയാക്ടന്റ് ആയിട്ട് H2 ആൻഡ് I2, കോൺസെൻട്രേഷൻസ് ഓഫ് H2 ദെൻ കോൺസെൻട്രേഷൻസ് ഓഫ് I2 പവർ 1 കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ മോൾസിന്റെ എണ്ണമൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ ആക്ച്വലി അവിടെ 1 ആണ്. അതുപോലെ വേറെ റിയാക്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് കെ സിയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ പ്രൊഡക്റ്റ് ആണ് മുകളിൽ എഴുതാം, ദെൻ റിയാക്ടന്റ്. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓൺ ദി ബേസിസ് ഓഫ് കോൺസെൻട്രേഷൻസ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അതിലെ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള വേറൊരു പോയിന്റ് ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ഗ്യാഷ്യസ് റിയാക്ഷൻസ്. അപ്പൊ നമുക്ക് തരുന്ന റിയാക്ഷൻസ് ഗ്യാഷ്യസ് റിയാക്ഷൻസ് ആണെങ്കിൽ, മീൻസ് അതിലെ റിയാക്ടന്റും പ്രൊഡക്റ്റുകളൊക്കെ ഗ്യാഷ്യസ് ഫോമിൽ വരുന്ന റിയാക്ഷനുകളിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ എഴുതിയുള്ള എ ബി സി ഡി എന്ന് പറയുന്ന റിയാക്ഷനിൽ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെ ഒക്കെ ആ ഫേസ്, ഫേസിൽ നമ്മൾ പ്രധാനമായിട്ടും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പഠിക്കുന്നുണ്ട്. സോ അതിലൊക്കെ എ ബി സി ഡിയുടെ താഴെ ജി 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 എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? അതൊരു ഗ്യാഷ്യസ് റിയാക്ഷൻ ആണെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഗ്യാഷ്യസ് റിയാക്ഷനുകളിൽ നമ്മൾ കെ സി എന്നല്ല എഴുതാം. കെ സി എന്ന് എഴുതാം, ബട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് KP എന്നുള്ളതാണ് കേട്ടോ. സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അവിടെ KP ആണ് വരുന്നത്. ഓക്കെ,
മീൻസ് അതും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ്, കെ തന്നെയാണ്, ബട്ട് ഓൺ ദി ബേസിസ് ഓഫ് പ്രഷർ ആണ് പി. ഇവിടെ നമ്മൾ കെ സി എന്ന് എഴുതാനുള്ള റീസൺ ഓൺ ദി ബേസിസ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് അല്ലെ. ഇതൊക്കെ നമ്മൾ വായിക്കുന്നത് കോൺസെൻട്രേഷൻസ് എന്നുള്ള മീനിങ് ആണ്. ബട്ട് ഇവിടെ നമ്മള് റിയാക്ഷൻസ്, റിവേഴ്സ് റിയാക്ഷൻസ്, ഇപ്പൊ റിവേഴ്സ് റിയാക്ഷൻസ് ആർ ഇൻ ഗ്യാഷ്യസ്. അപ്പോൾ നമ്മൾ കെ സി ഉപയോഗിക്കാം, ബട്ട് കെ പി ഉപയോഗിക്കാം. കെ പിയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ കെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ്, ഓൺ ദി ബേസിസ് ഓഫ് പ്രഷർ ആണ്. അപ്പൊ നമ്മള് കോൺസെൻട്രേഷൻ ബോക്സ് ഇട്ട് കാണിക്കാതെ പി ഓഫ് സി പവർ സി ഇൻറ്റു പി ഓഫ് ഡി പവർ ഡി ഡിവൈഡ് ബൈ പി ഓഫ് എ പവർ എ ഇൻറ്റു പി ഓഫ് ബി പവർ ബി. മീൻസ് സി ഡി എന്തിനാണ്? പ്രൊഡക്റ്റ് തന്നെയാണ്, ബട്ട് ആ പ്രൊഡക്റ്റിന്റെ പ്രഷർ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതിന്റെ പവേഴ്സ് മുകളിൽ എത്തണം. അതുപോലെ പ്രഷർ ഓഫ് എ ആൻഡ് പ്രഷർ ഓഫ് ബി അതിന്റെ പവേഴ്സ് എഴുതുക. എത്രയാണ് വരുന്നത്? ഓക്കെ. അതുപോലെ ഇതൊരു ജനറൽ റിയാക്ഷൻ ആയിട്ട് ഇമേജ് ചെയ്യുക. H2+I2 to HI. ഇതിലൊക്കെ നമുക്കറിയാം ഹൈഡ്രജൻസ് ഗ്യാസ് ആണ്, അയോഡിൻ ഗ്യാസ് ആണ്. HI എന്നുള്ളത് is another ഗ്യാസ്. അപ്പൊ ഗ്യാഷ്യസ് റിയാക്ഷനുകളിൽ Kp ആണ് എഴുതാറുള്ളത്. സോ Kp is equal to ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് HI ആണ് അല്ലെ. അപ്പോ പ്രഷർ ഓഫ് HI പവർ 2 ഡിവൈഡ് ബൈ പ്രഷർ ഓഫ് H2 പവർ 1 പ്രഷർ ഓഫ് I2 പവർ 1. അങ്ങനെയാണ് Kp എഴുതുക. സോ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു റിവേഴ്സ് റിയാക്ഷനുണ്ട്, കെ സി ഉണ്ട് കെ പി ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് കെ സി എഴുതുക, എങ്ങനെയാണ് കെ പി എഴുതുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് നോക്കാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ കെ സി ആൻഡ് കെ പി. അപ്പൊ എങ്ങനെ റിവേഴ്സ് റിയാക്ഷനുകളിൽ ഹാവ് എ റിലേഷൻ ബിറ്റ്വീൻ കെ സി ആൻഡ് കെ പി. ആ റിലേഷൻസ് ഡെറിവേഷൻ ആണ്, ഡെറിവേഷനും ഇപ്പോഴും ഇല്ല, പഠിക്കാനില്ല, നമുക്ക് ഒഴിവാക്കാം കണ്ട. സോ റിയാക്ഷൻസ് ആ റിലേഷൻസ് കാണുന്ന പഠിക്കുക. Kp is equal to Kc into RT പവർ ഡെൽറ്റ n. അതാണ് റിലേഷൻ. ഇത് നന്നായിട്ട് പഠിച്ചെടുക്കുക. Kp is equal to Kc into RT പവർ ഡെൽറ്റ n. This is a relationship between Kc and Kp എന്നാണ് പറയുന്നത്. ഓക്കെ. ഇതില് ഡെൽറ്റ എൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡെൽറ്റ എന്ന് പറയുന്ന ടേം നമ്മൾ മാത്സിൽ ഉപയോഗിക്കുന്നത് ചേഞ്ച് ഇൻ എന്നുള്ള ഒരു വേർഡാണ് അല്ലെ. ചേഞ്ച് ഇൻ. അപ്പോൾ n മീൻസ് നമ്പർ ഓഫ് മോൾസിൽ വരുന്ന ചേഞ്ച് ആണ് ഡെൽറ്റ n. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെൽറ്റ n കാണാൻ നമുക്കിവിടെ Np മൈനസ് NR എന്നെടുക്കാം. Np മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ്, NR denoted by number of moles of reactant. ആ പ്രൊഡക്റ്റ് നമ്പർ ഓഫ് മോൾസിൽ നിന്നും റിയാക്ടന്റ് നമ്പർ ഓഫ് മോൾസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ എന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അങ്ങനെയാണ് ഡെൽറ്റ എന്നെ കാണുന്നത്. ഇവിടെ ഞാൻ എക്സാമ്പിൾസ് കാണിക്കുന്നുണ്ട്. 1N2 + 3H2 റിവേഴ്സ് സൈൻ 2NH3 എന്ന് പറയുന്ന റിയാക്ഷനിൽ ഡെൽറ്റ എൻ എത്രയാണ് വരുന്നത്? ഇവിടെ Np നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് എത്രയാണ്? 2 ആണ് വരുന്നത് അല്ലെ. ഇതിലെ പ്രൊഡക്റ്റ് ആരാണ്? NH3 എന്നുള്ളതാണ്. സോ അതിന്റെ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. സോ Np എത്രയാണ് ഇവിടെ? 2. Then NR number of moles of reactant. ഇതിലെ റിയാക്ടന്റ് N2 and H2 ആണ്. സോ ഇവിടെ നമ്പർ ഓഫ് മോൾസ് 1 വരുന്നുണ്ട്, ഹിയർ 3 വരുന്നുണ്ട്. സമ്മേഷൻസ് എത്രയാണ്? 4 ആണ്. സോ NR is equal to 4. ഓക്കെ. ഇങ്ങനെ Np യിൽ നിന്നും NR മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, Np മൈനസ് NR ആണ് ഡെൽറ്റ n. സോ 4 ൽ നിന്നും 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ്. പ്രൊഡക്റ്റ് ഇവിടെ 2 ആണ്, റിയാക്ടന്റ് 4 ആണ്. അപ്പൊ 2 മൈനസ് 4 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരിക? -2 ആണ് വരുന്നത്. സോ ഈ റിയാക്ഷൻസിന്റെ 1N2 + 3H2 റിവേഴ്സ് സൈൻ 2NH3 എന്ന് പറയുന്ന ഈ റിയാക്ഷന്റെ Kp യും Kc യും തമ്മിലുള്ള റിലേഷൻസ് എഴുതുമ്പോൾ Kp is equal to Kc into RT പവർ ഡെൽറ്റ ന്റെ പൊസിഷനിൽ നമ്മൾ -2 ആണ് എടുക്കുക. കാര്യം ഈ റിയാക്ഷനിൽ നമുക്ക് ഡെൽറ്റ n കിട്ടിയത് എത്രയാണ്? -2 ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് റിയാക്ഷൻസിന് ഡെൽറ്റ n കിട്ടി കഴിഞ്ഞാൽ അതിന്റെ Kp യും Kc യും തമ്മിലുള്ള റിലേഷൻസ് എഴുതാൻ പറ്റും. സോ ഈ റിലേഷൻസ് നിങ്ങൾ പഠിച്ചെടുക്കുക. ഓക്കെ.